ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ ബിജി തമ്പി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബിജി തമ്പി, സർക്കാർ അപ്പോൾ അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ട് പോകുകയാണ്. നാളെ സ്വാഗത സംഘ രൂപീകരണം നടക്കാൻ പോകുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരൊറ്റ ഹൈന്ദവ സംഘടനകളെ പോലും ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല. ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്നുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ട്, ചില അംഗങ്ങളുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരൊക്കെ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. തീർത്തും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ, സർക്കാരിൻ്റെ കാര്യകർത്തൃത്വത്തിൽ മാത്രം നടക്കാൻ പോകുന്ന ഒരു സ്വാഗത സംഘ രൂപീകരണമാണ് നടക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മന്ത്രി ശ്രീ വാസവന് ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു കൂട്ടാൻ എന്ത് അധികാരമാണുള്ളത്? അദ്ദേഹം മതേതര ഒരു സർക്കാരിന്റെ ഭാഗമാണ്. ഒരു മതങ്ങളോടും പ്രത്യേക മമത കാണിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്താണ് അദ്ദേഹം MLA പദവി ഏറ്റെടുക്കുന്നത്. അതിനുശേഷം മന്ത്രിയായി. ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് വെറും ഒരു ആലങ്കാരികമായ പദവി മാത്രമാണ്. ദേവസ്വം ബോർഡിൽ മന്ത്രിക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഔദ്യോഗികമായി യാതൊരു ചുമതലകളുമില്ല. ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനകത്ത് ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ ഒരു മന്ത്രിസഭ ഇങ്ങനൊരു സംഗമം വിളിച്ചു കൂട്ടണമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയാൻ പറ്റില്ല. ഭക്ത ഇല്ല അവിടെ അഖില ലോക അയ്യപ്പ സംഗമം എന്നാണ് അതിന്റെ പേരെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അയ്യപ്പൻ എന്ന് പേരുള്ള ആര് വേണമെങ്കിലും വിളിക്കാം. CPMലെ അയ്യപ്പന്മാരെയൊക്കെ വിളിക്കാം, ഒരു കുഴപ്പമില്ല. യഥാർത്ഥ അയ്യപ്പന്മാർ അതിനകത്ത് പങ്കെടുക്കില്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ഒരു ഭക്തനെ അവിടെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഭക്തന്മാർക്ക് വേണ്ടി എല്ലാ പ്രാവശ്യവും എല്ലാ രീതിയിലും ഇവിടെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളാണ്. അയ്യപ്പ സേവാ സമാജമായാലും ശരി, അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തായാലും ശരി, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയായാലും ശരി, അങ്ങനെയുള്ള സംഘടനകളാണ് ഇവിടെ അയ്യപ്പ ഭക്തർക്കുള്ള സൗകര്യം ഒരുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. അവരോട് ആലോചിക്കാതെ ഇങ്ങനൊരു സംഗമം നടത്തുന്നത് ദുഷ്ടലാക്കോടെയാണ്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്ത സംഗമമല്ല, ഇത് CPMന്റെ മേഖലാ സമ്മേളനമായിട്ടേ കൂട്ടാൻ പറ്റൂ. ഇങ്ങനൊരു സംഗമം പവിത്രമായ പമ്പാ നദിയുടെ തീരത്ത് നടത്തുക എന്ന് പറയുമ്പോൾ അത് ആചാര ലംഘനമാണ്, ഒരു സംശയവും വേണ്ട. അതായത് പമ്പാ നദി എന്ന് പറയുന്ന പമ്പാ നദിക്കര എന്ന് പറയുന്നത് ശബരിമലയുടെ കവാടമാണ്. അവിടെ വരുന്നവർ വ്രതധാരികളായിരിക്കണം. മന്ത്രി ശ്രീ വാസവൻ വ്രതം അനുഷ്ഠിച്ചിട്ടാണോ അവിടെ വരുന്ന സംഗമത്തിൽ? ആണെങ്കിൽ പറയട്ടെ. ഈ വാസവൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ കഴിഞ്ഞ മകരവിളക്ക് സമയത്ത് ആ ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരു നോക്ക് ഭഗവാനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ആ തിരുനടയിൽ കയ്യും കെട്ടി നിന്നത്? എന്തെങ്കിലും ഭക്തി ഉണ്ടോ അയാൾക്ക്? അങ്ങനെ ഒരാൾ എങ്ങനെ ഭക്തി സംഗമവും വിളിക്കാൻ പറ്റും? മറ്റ് കള്ളുഷാപ്പുകാരുടെ വല്ല സംഗമമാണെങ്കിൽ വിളിച്ചതെന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. അയ്യപ്പന്മാരുടെ സംഗമം വിളിക്കാൻ മന്ത്രി വാസവന് യാതൊരു അധികാരവുമില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദേവസ്വം ബോർഡാണ് ആ സംഗമം വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ദേവസ്വം ബോർഡ് അവരുടെ പുതിയ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായി വിളിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയാണ് ഈ സംഗമം? ഇത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന്? ഇത് കേരളത്തിന് പുറത്തുള്ള പാവപ്പെട്ട അയ്യപ്പന്മാരെ ഇവിടെ വരുത്തിയിട്ട് പണക്കാരായവരെ നോക്കിക്കണ്ട് വിളിച്ചിട്ട് അവരുടെ പൈസ അടിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രമാണിത്. ഇതിലൊരു സംശയവും വേണ്ട. ഇത് കാണിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് ഈ കാണിക്കുന്നത്. ഇതിനെ ഒരു ഹൈന്ദവ സംഘടനകളും ഇതിനെ പിന്തുണയ്ക്കില്ല. മാത്രമല്ല യഥാർത്ഥ ഭക്തരായിട്ടുള്ള ഒരാൾ പോലും ഇതിൽ പങ്കെടുക്കരുത്. ഇതിൽ പങ്കെടുക്കാൻ പാടില്ല. കാര്യം ഭക്തന്മാർക്കുള്ള സംഘവുമല്ല ഇതൊരു ദുഷ്ടലാക്കോടുകൂടി പിണറായി സർക്കാർ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായി സർക്കാരിന് എന്തെങ്കിലും ഈ അയ്യപ്പന്മാരോട് താല്പര്യമുണ്ടെങ്കിൽ ഈ അയ്യപ്പന്മാരെ തല്ലി ചതച്ച ആ കേസുകൾ പിൻവലിക്കണ്ടേ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നടക്കാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആദ്യത്തെ പോസ്റ്റ് വന്നത് ഇവിടെ പിണറായി സർക്കാരിന്റെ ഒത്താശയോടി ചാക്കിൽ കെട്ടി ശബരിമല സന്നിധാനത്ത് കൊണ്ടുപോയി ആചാര ലംഘനം നടത്തിയ ബിന്ദു അമ്മണി എന്ന് പറയുന്ന സ്ത്രീയുടെ പോസ്റ്റാണ്. അവരാണ് പോസ്റ്റ് ചെയ്തത് ഞാൻ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന്. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ബിന്ദു അമ്മണി ആയിരിക്കണം ഈ സംഗമം ഉദ്ഘാടനം ചെയ്യേണ്ടത്. വേറൊരു സ്ത്രീ ഉണ്ടല്ലോ, ഇവിടെ പോലീസുകാർ താങ്ങിയെടുത്ത് ഹെൽമറ്റും ധരിപ്പിച്ച് 18-ാം പടിയിലെ അവിടം വരെ കൊണ്ടുപോയി ആചാര ലംഘനം നടത്താൻ ശ്രമിച്ച് അന്ന് തന്ത്രി മുഖ്യൻ അദ്ദേഹം എടുത്ത ശക്തമായ നിലപാടിന്റെ പേരിലാണ് അന്ന് ആചാര ലംഘനം നടക്കാതെ പോയത്. രഹ്ന ഫാത്തിമ, ആ സ്ത്രീയെ വേണം അധ്യക്ഷയാക്കാൻ. മാത്രമല്ല പന്തളത്തൊരു പാവപ്പെട്ട അയ്യപ്പനെ കല്ലെറിഞ്ഞു കൊന്ന CPM-കാരനെ വിളിച്ചു വേണം ആ സ്വാഗതം ആശംസിപ്പിക്കാൻ. മാത്രമല്ല കേരളത്തിൽ അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ച, അയ്യപ്പന്മാരുടെ വാഹനങ്ങളെല്ലാം നശിപ്പിച്ച
ഈ പോലീസുകാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാം അവിടെ വിളിച്ചു വരുത്തി അവരെ പരസ്യമായിട്ട് ആദരിക്കണം. അത്രയും ആയിക്കഴിഞ്ഞാൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം നിറവേറും. ഇതാണ് ചെയ്യേണ്ടത്. പകരം ഇത് അയ്യപ്പന്മാരെ പറ്റിക്കാൻ വേണ്ടി, അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ വേണ്ടി പിണറായി സർക്കാർ നടത്തുന്ന ചതിയാണിത്. ഈ ചതിയിൽ ഒരു യഥാർത്ഥ ഭക്തനും വീഴരുത്, ഒരാൾ പോലും അവിടെ പോകരുത്. ഒരു സംഘടനകളും ഇതിനെ പിന്തുണയ്ക്കില്ല, ഒരു സംഘടനയുടെയും ഒരു വ്യക്തിയും അവിടെ പങ്കെടുക്കില്ല. ഒരാളെ പോലും ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല, ആലോചന പോലും നടത്തിയിട്ടില്ല. അപ്പോ ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിപ്രായം പറയുകയാണ്, ഒരു സംഘടനകളും പങ്കെടുക്കരുത്. പഴയ മേൽശാന്തിമാരോ അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരാൾ പോലും പങ്കെടുക്കരുത്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പോലും പങ്കെടുക്കരുത്. തന്ത്രി കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പങ്കെടുക്കരുത്. കാരണം ഇത് ഹൈന്ദവ വിരുദ്ധമായ ഒരു സംഗമമാണ് നടക്കാൻ പോകുന്നത്. ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവർ ഹൈന്ദവരുടെ വിരുദ്ധരാണ്. ഇവർ സനാതനധർമ്മത്തിൽ ഹൈന്ദവ വിരുദ്ധമായ ഒരു സംഗമമാണ് പമ്പയിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ സ്വാഗത സംഘ രൂപീകരണമാണ് നടക്കാൻ പോകുന്നത്. വളരെയധികം നന്ദി വിജി തമ്പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.